എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വല്യപ്പച്ചൻ 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അലീനയോട് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. ഭയങ്കര സങ്കടമാട്ടോ വല്യപ്പച്ചൻ അലീനെ ഇട്ടിട്ട് പോകാൻ. ഏതായാലും വല്യപ്പച്ചൻ പോയതിന് ശേഷം അലീന അകത്തോട്ട് കയറി വന്നതിന് ശേഷം ബാലേന്ദ്രനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയും. അതുപോലെ സ്റ്റാൻലിയുടെ മദ്യപാനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കണ്ടതല്ലേ നിൻ്റെ കേണലിൻ്റെ മദ്യപാനം എത്രത്തോളം ഉണ്ടെന്ന്, അതത്ര ശരിയല്ലല്ലോ, അത് കുറയ്ക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റും എന്ന് തോന്നുന്നില്ല, നല്ല രീതിയിലാണ് കഴിക്കുന്നത്. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോഴും അത് കാണുന്ന വല്യപ്പച്ചൻ പോലും പറയുന്നത് പപ്പ വലിയ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല, ചെറുതായിട്ട് കഴിക്കുന്നേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ വിശേഷങ്ങൾ പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കും, എങ്ങനെയാണ് വല്യപ്പച്ചനുമായിട്ട് നീ കൂട്ടായോ എന്ന്. അന്നേരം അലീന പറയും, വല്യപ്പച്ചൻ എന്നെ ഭയങ്കര കാര്യമാണ്, എന്ത് പ്രശ്നം ഉണ്ടായാലും വല്യപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കും, ഞാനും പപ്പയും തമ്മിൽ ഇവിടെ എപ്പോഴും വഴക്കാം, ഇവിടുത്തെ ഒരു കാര്യങ്ങളും ശരിയല്ല അച്ഛ എന്നിങ്ങനെ പറയുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഇപ്പം നീ നന്നായിട്ടൊന്ന് പിടിക്കുവാണെങ്കിൽ നിൻ്റെ പപ്പയുടെ കരളും ശ്വാസകോശവും ഒക്കെ നേരാവണ്ണം നിനക്ക് കൊണ്ടുപോകാൻ പറ്റും. അതല്ല എങ്കിൽ ചിലപ്പം കൈവിട്ട് പോയെന്നിരിക്കും. ഈ മദ്യപിക്കുന്നവരുടെ എല്ലാവരുടെയും വിചാരം അവരുടെ കരളും ശ്വാസകോശവും ഒക്കെ നല്ല രീതിയിൽ അങ്ങ് സെറ്റായിട്ടിരിക്കുമെന്നാണ്. പക്ഷെ അതല്ല എന്ന് പിന്നീടായിരിക്കും മനസ്സിലാകുന്നത്. ഞാൻ അവിടെ വന്ന സമയത്ത് നിൻ്റെ പപ്പയുടെ മദ്യപാനം ശരിക്കും കണ്ടതാണ്. ഞാൻ അയാളോട് സംസാരിച്ച് തീർന്ന് തിരിച്ചിറങ്ങി പോരുന്നിടം വരെ കയ്യിൽ ഒരു ഗ്ലാസും മറ്റേ കയ്യിൽ ധൂമവുമായിട്ടാണ് നിന്നതെന്ന് പറയുമ്പോൾ, ധൂമോ എന്ന് ചോദിക്കും അലീന. അന്നേരം ഞാൻ ഇച്ചിരി ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്, സീർട്ട് വിളിക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും. അന്നേരം അലീന, ഞാൻ എന്നാ ചെയ്യാനാ, ഞാൻ പറഞ്ഞാലും വലിയ കാര്യമില്ല, വല്യപ്പച്ചൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയും, മോളെ നിന്നെക്കൊണ്ട് സാധിക്കും, നീ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല, നീ ഒരു കാര്യം ഓർക്കണം, സ്റ്റാൻലി ഒരു ഒറ്റയാനാണ് എന്നാണ് ഞാൻ കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായത്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഒന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടി ഓടിയെത്തി നിന്നെ അവിടുന്ന് ആദ്യമേ അടിച്ചു പുറത്താക്കും. അതുകൊണ്ട് പിടിമുറുക്കേണ്ടിടത്തെല്ലാം ഇപ്പോഴേ പിടിമുറുക്കിയേക്കണം എന്ന് ബാലേന്ദ്രൻ പറയുമ്പം അലീന, അച്ഛൻ എന്നെ പേടിപ്പിക്കുവാണോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, നിനക്ക് ഇവിടെ ഒറ്റ ശത്രുവല്ലേ ഉള്ളൂ, അതും പെറ്റമ്മയാണല്ലോ എന്നോർത്ത് നിനക്ക് സമാധാനിക്കാമല്ലോ എന്ന് പറയുമ്പം അച്ഛ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുവാണ് ഒരു പരിഭവം പോലെ. അന്നേരം ബാലേന്ദ്രൻ പറയും, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ, അതിൻ്റെ പേര് നീ ഇനി പിണങ്ങൊന്നും വേണ്ട എന്ന്. അന്നേരം എങ്ങനെയുണ്ട് അമ്മ തിരിച്ചു വന്നിട്ട്, തോറ്റ് തുന്നം പാടി പല സ്ഥലത്തുനിന്ന് അടി കിട്ടിയാണല്ലോ തിരിച്ചു വന്നത്, അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, തോറ്റു വന്നതായിട്ടുള്ള ഭാവമൊന്നുമില്ല, ആരെയൊക്കെ അടിച്ചിട്ട് ജയിച്ച് വന്നതായിട്ടുള്ള ഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. അന്നേരം അലീന പറയും, അതെല്ലാം അച്ഛൻ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം കേട്ടോ, വിഷമിക്കരുത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഞാനേ ഒരു ഗ്രനേഡ് എടുത്ത് കൈ പിടിച്ചിട്ട് കൈ ബോംബ് എന്ന് പറയും, അതിൻ്റെ പിന്ന് ഊരി കൈ പിടിച്ചേക്കുവാണ്, ആ പിന്ന് വെച്ചേക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ കൈ എടുത്തുകൊണ്ടേ അത് പൊട്ടും, ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ പോകുന്നത് എന്ന് പറയുമ്പം അലീന പറയും, അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, അവിടെ മക്കളുണ്ട്, അവരുടെ ഭാവി നോക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അച്ഛന് അഭിമാനത്തോടു കൂടി എല്ലാം വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു അവസരം വരും, അതുവരെ അച്ഛൻ വെയിറ്റ് ചെയ്യണേ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെയും ഇവിടുത്തെ എൻ്റെ മക്കളെയൊക്കെ ഓർത്താണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്, അത് എത്രമാത്രം ദൂരേക്ക് പോകും, എത്ര ദൂരം മുന്നോട്ട് പോകും എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പം സാരമില്ല അച്ഛാ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ പറയും, ഇനി നീ ഫോൺ വെച്ചോ, എൻ്റെ മൂഡ് പോയി എന്ന് പറയുമ്പോഴത്തേക്കും അലെനിക്ക് ഭയങ്കര വിഷമമാണ്. അന്നേരം മോള് ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഫോൺ വെച്ചതിന് ശേഷവും ഇത്തിരി വിഷമത്തോടെ ഇരിക്കുവാണ് ബാലേന്ദ്രൻ. പിന്നെ നമ്മൾ കാണുന്ന ഒരു പുതിയ കഥാപാത്രത്തെയാണ്. പുതിയ കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻലിയുടെ ഭാര്യയുടെ ചേച്ചി റിത്താമ്മ. അവർ സ്റ്റാൻലിയുടെ 2ാമത്തെ മകളെയും കൊണ്ട് വീട്ടിലോട്ട് വരുന്നു. ഇവിടെ അലീന എത്തി എന്നറിഞ്ഞിട്ട് ഒരു ചെറിയ അലമുണ്ടാക്കാൻ വേണ്ടിയാട്ടോ വരുന്നത്. വന്നു വണ്ടി കൊണ്ട് നിർത്തുന്നു. അന്നത്തേക്കും ആൻ്റപ്പൻ അകത്തുനിന്ന് ഓടിയിറങ്ങി വരും. അന്നേരം ആൻ്റപ്പനോട് ചോദിക്കുന്നുണ്ട്, ആൻ്റപ്പ പട്ടികളെല്ലാം കൂട്ടിലല്ലേ, ഒന്നിനെ അഴിച്ചു വിട്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പം ഇല്ല എന്ന് പറയും. അന്നേരം ഒന്നുകൂടെ എടുത്ത് ചോദിക്കുവാണ്, റൂമിലൊന്നും വേറെ പട്ടികളൊന്നും നടപ്പില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എല്ലാത്തിനെയും കൂട്ടി കയറ്റി എന്ന് പറയുന്നു. എന്നിട്ട് അത്രയും കെട്ടി കഴിയുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങും, മോളെയും വണ്ടിയിൽ നിന്ന് ഇറക്കും. മോൾ ഇറങ്ങുന്നത് ആൻ്റപ്പനെ ഒന്ന് കൊഞ്ഞനും കുത്തിയൊക്കെ കാണിക്കും. എന്നിട്ട് ഓടിപ്പോയി ഫ്രണ്ടിലെ വരാന്തയിൽ ഇരിക്കുവാണ്. എന്നിട്ട് പറയും, അയ്യോ ദേ റിതാമ്മ ഓടി ഇങ്ങ് പോരെ, ദേ പട്ടി വന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അവരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. ഒരിത്തിരി കുസൃതിയുള്ള മോളാണ്. അന്നേരം നീ അവിടെ മര്യാദയ്ക്കിരുന്നേ എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറും. പിന്നെ ഒന്ന് ആശ്വസിപ്പിച്ച് തിരിച്ചിറക്കിക്കൊണ്ട് വരും റിതാമ്മ. എന്നിട്ട് ഇതിനിടയ്ക്ക് ആൻ്റപ്പനോട് ചോദിക്കും, ആൻ്റപ്പ സ്റ്റാൻലി ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചു
താമസിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടല്ലോ, അവൾ ആരാന്ന് ചോദിക്കുമ്പോൾ അയ്യോ അതിനെപ്പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയും. എന്നിട്ട് ഇത്തിരി ദേഷ്യത്തോടെ റീതാമ്മ ചോദിക്കുകയാണ്, പിന്നെ തനിക്കൊക്കെ എന്താ അറിയാവുന്നത്, താനൊക്കെ പിന്നെ എന്ത് ഉപകാരത്തിനാണ് ഇവിടെ സ്റ്റാൻലിയുടെ ഓർഡർലിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഒരു ഉപകാരമില്ലാത്ത കുറേ സാധനങ്ങൾ എന്ന് പറഞ്ഞ് ഇത്തിരി ദേഷ്യത്തോട് സംസാരിക്കുമ്പം ആൻ്റപ്പം പറയുന്നുണ്ട്, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് പോയി ചോദിക്കുന്നതാണ് നല്ലത് എന്ന്. അന്നേരം എങ്ങനെ അകത്ത് സ്റ്റാൻലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, വാ കയറി വാ എന്ന് പറഞ്ഞാൽ ആൻ്റപ്പനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവർ സ്റ്റെയർ കയറി സ്റ്റാൻലിയുടെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പം ആദ്യം ആൻ്റപ്പം പോയി റൂമിൽ തട്ടും, അകത്തോട്ട് കയറി ചെല്ലാൻ പറയും. ആദ്യമേ ആൻ്റപ്പൻ കയറി ചെല്ലുമ്പം ആരാ വന്നിട്ടുള്ളത് എന്ന് സ്റ്റാൻലി ചോദിക്കും കേട്ടോ. അന്നേരം റീതാമ്മയാണ് വന്നിട്ടുള്ളത്, കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പം എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. അന്നേരം അതറിയില്ല എന്ന് പറയുമ്പോൾ വരാൻ പറയുന്നു. അങ്ങനെ ആൻ്റപ്പം പോയി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും റീതാമ്മ മോളോട് അകത്തോട്ട് കയറി വരുന്നു. മോൾ ഓടി വന്ന് പപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കും. അന്നേരം മോൾക്ക് അവിടെ സുഖമാണോ എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ ഒരു സുഖവും ഇല്ല, എനിക്ക് അവിടെ ഇഷ്ടമല്ല പപ്പ, എനിക്ക് ഇവിടെ ഇഷ്ടം എന്ന് പറയുമ്പം മോൾ ഇങ്ങോട്ട് പോരെ, ഇവിടെ താമസിക്കാം എന്ന് പറയുമ്പം മോൾ പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് വിടിയല്ല അമ്മ എന്ന്. അങ്ങനെ ഇത്തിരി വിഷമത്തോടെ ഇങ്ങനെ കുണുങ്ങി നിൽപ്പുണ്ട്. ഏതായാലും ഈ സമയം അത്രയും ഇങ്ങനെ ഇവരെ നോക്കി നിൽക്കുമായിരുന്നു റീതാമ്മ അവിടെ. അന്നേരം സ്റ്റാൻലി പറയും, റീതാമ്മ നിന്ന് മുഷിയണ്ട, ഇരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇരിക്കാമെന്ന്. അന്നേരം റീതാമ്മ, പട്ടികളിരിക്കുന്ന കസേരയല്ലേ, എനിക്കിരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പം നല്ല അന്തസ്സുള്ള പട്ടികളാണ് എന്ന് സ്റ്റാൻലി പറയും. അന്നേരം റീതാമ്മ തിരിച്ചു പറയുവാണ്, ഞങ്ങളുടെ വീട്ടിലും പട്ടികളുണ്ട്, പക്ഷേ അവർ മനുഷ്യൻ്റെ അത്രയും അന്തസ്സും സ്ഥാനവും ഒന്നും നേടിയിട്ടില്ല എന്ന് പറയുമ്പം സ്റ്റാൻലി പറയും, നിങ്ങളുടെ പട്ടികൾക്ക് മനുഷ്യൻ്റെ അത്രയും സ്റ്റാറ്റസും അന്തസ്സും ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ അവരുടെ ആ അവസ്ഥയിലേക്ക് താന്നിട്ടുണ്ടല്ലോ, അത് മതി, ഏതായാലും ആ ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ എന്ന് പറയും. അന്നേരം ഇത്തിരി ദേഷ്യം വരും റീതാമ്മയ്ക്ക്. അന്നേരം റീതാമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്ന രീതിയിലാണോ എവിടുന്നാണ്ടോ ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ട് സ്റ്റാൻലി താമസിപ്പിച്ചേക്കുന്നതെന്ന് ചോദിക്കും. അധികം ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേക്കും സ്റ്റാൻലി. സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുവാണ്. അന്നേരം ഞാൻ എന്താ സൂക്ഷിച്ച് സംസാരിക്കാനുള്ളത്, ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ, അത് ആരാ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, വെറും പെണ്ണല്ല, അവൾ എൻ്റെ മകളാണ് എന്ന്. അന്നേരം റീതാമ്മ വീണ്ടും ചോദിക്കും, അതെങ്ങനെയാ സ്റ്റാൻലിക്ക് അങ്ങനെ ഒരു മകള്, എൻ്റെ അറിവിൽ എൻ്റെ അനിയത്തിയിൽ സ്റ്റാൻലിക്ക് 3 മക്കളല്ലേ ഉള്ളൂ, ഈ 4മത്തത് എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് വിവാഹത്തിന് മുമ്പ് ഉണ്ടായ കുട്ടിയാണ് അത് എന്ന്. അന്നേരം അതെങ്ങനെയാണ് വിവാഹത്തിന് മുമ്പ് കുട്ടി ഉണ്ടാകുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, വിവാഹം കഴിക്കാതെയും മക്കളുണ്ടാകും, അതറിയത്തില്ലേ എന്ന്. അന്നേരം റീതാമ്മ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ പറയുന്നു, നിങ്ങളുടെ കുടുംബ പാരമ്പര്യവും മഹിമയൊക്കെ ഇതാണോ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റാൻലിയുടെ പപ്പ ഔതുക്കുട്ടിയൊക്കെ പറയാറുണ്ടല്ലോ കൊട്ടാരമറ്റത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്, ഇതായിരുന്നോ നിങ്ങളുടെ പാരമ്പര്യം എന്നൊക്കെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ പാരമ്പര്യം ഇതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനിയിപ്പം എനിക്ക് ഒരു മകളൂടെ ഉണ്ട് എന്ന് നിങ്ങൾ കരുതുക, നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. എന്നിട്ട് റീതാമ്മ ഇനിയും വരാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം 1 ഡസൻ കൂടെ വരാനുണ്ട്, എന്നാലെന്താ നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലുമോ എന്നാണ് സ്റ്റാൻലിയുടെ ഭാവം. സ്റ്റാൻലിയുടെ അടുത്ത് പറഞ്ഞു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും റീതാമ്മ പിടിച്ചു നിൽക്കുന്നുണ്ട്. റീതാമ്മ അന്നേരം ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു മകളുണ്ടായിട്ടുണ്ട് എന്ന വിവരം എൻ്റെ അനിയത്തി അറിയുമ്പം അവൾ എങ്ങനെ ഇത് സഹിക്കും, ഏതെങ്കിലും ഒരു ഭാര്യയ്ക്ക് ഇത് സഹിക്കാൻ പറ്റുമോ, അതുപോലെ ഈ നിൽക്കുന്ന കൊച്ച് ഇത് സ്കൂളിൽ പോകുന്നതാണ്, വേറെയും സ്റ്റാൻലിക്ക് 2 മക്കൾ കൂടിയുണ്ട്, അവരൊക്കെ കോളേജിലും സ്കൂളിലും ഒക്കെ ചെല്ലുമ്പം അവിഹിതത്തിൽ മകളുണ്ടായ ഒരാളാണ് ഇവരുടെയൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞ് കുട്ടികൾ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ അതിന് എന്ത് മറുപടി പറയും എന്ന് ചോദിക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയും, അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറയണം, അത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ റീതാമ്മ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം റീതാമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് സ്റ്റാൻലിയുടെ ഉദ്ദേശം, ഇനി എൽസമ്മയും പിള്ളേരും എന്താ ചെയ്യേണ്ടത്, അവരിനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം സ്റ്റാൻലി പറയും, ഇത്രയും കാലം അവരെങ്ങനെയാണ് മുന്നോട്ട് പോയത് അങ്ങനെ തന്നെ പോയാൽ മതി, അതിനകത്ത് വലിയ മാറ്റമൊന്നും വരാനില്ല എന്ന് പറയുമ്പം അങ്ങനെ അങ്ങ് പോയാൽ മതിയോ, പക്ഷേ അവൾക്കത് അതിൽ താല്പര്യമില്ല എങ്കിൽ എന്ത് ചെയ്യും, അവൾക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തർക്കിച്ച് നിൽക്കുവാണ്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് ഒരു മകളുണ്ടായി, അതെങ്ങനെയാണ് എന്ന് നിങ്ങൾ മര്യാദയ്ക്ക് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറയും. ഞാൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടിരുന്നു, അവളുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം എന്ന് പറയുമ്പം എങ്കിൽ പിന്നെ അവളെ കിട്ടിയ പോരായിരുന്നോ, എൻ്റെ അനിയത്തിയുടെ ജീവിതം എന്തിനാ തൊലച്ചത് എന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അവളെ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അനിയത്തിയെ വിവാഹം കഴിച്ചിട്ടില്ല, അവളും ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം, അത് സാധിച്ചില്ല. പിന്നെ അതിൽ എനിക്കൊരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യവും ഈ 23 വർഷം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ആ ഒരു റിലേഷനിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നും അത് 23 വർഷക്കാലം അനാഥാലയത്തിലായിരുന്നു എന്നും ഇപ്പോഴും അനാഥയായിട്ടാണ് ജീവിക്കുന്നത് എന്നും അറിഞ്ഞത്. അപ്പോൾ അവളെ ഏറ്റെടുക്കണം എന്ന് എനിക്ക് തോന്നി, അതിൻ്റെ അകത്ത് വലിയ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം റീതാമ്മ പറയുന്നുണ്ട്, ഇതൊന്നും എൽസമ്മയോ മക്കളോ
അംഗീകരിച്ച് തരികയില്ല, അവരൊന്നും ഇത് അംഗീകരിക്കില്ല, അവരോടുകൂടി ചോദിച്ചിട്ട് വേണമായിരുന്നു സ്റ്റാൻലി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്ന് റീതാമ്മ പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അതിന് വേറെ ആരും കയറി ഇടപെടേണ്ട കാര്യമില്ല, അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ എൽസമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ ഡിവോഴ്സ് നേടിപ്പോയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് സ്റ്റാൻലി പറയുമ്പം ആകെ ഷോക്കായി നിൽക്കുന്ന റീതാമ്മയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.